ഇന്ന് ഡിസംബർ 19 ഇന്ന് മുതൽ നാളെ വരെ ഒരുപാട് OTT റിലീസുകളുണ്ട്. പഞ്ചായത്ത് ജെട്ടി, കടകൻ, പാലും പയവും, പുഷ്പ 2, പണി സിനിമകളുടെ OTT അപ്ഡേറ്റുകളും ഈ ആഴ്ചത്തെ OTT റിലീസുകളുമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്ത ഹിന്ദി സിനിമയാണ് ഗേൾസ് വിൽ ബി ഗേൾസ്. മലയാളത്തിൽ നിന്നും കനീക് ശ്രുതി അഭിനയിക്കുന്ന ഈ റൊമാന്റിക് ഡ്രാമ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാണ്. ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ ഹക്കീം ഷാജഹാൻ നായകനാകുന്ന ആക്ഷൻ മലയാളം സിനിമയാണ് കടകൻ. സിനിമ നാളെ ഡിസംബർ 20 സൺ ആൻഡ് നെക്സ്റ്റിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മീര ജാസ്മിൻ നായികയാകുന്ന റൊമാന്റിക് കോമഡി ഫാമിലി മലയാളം സിനിമയാണ് പാലും പയവും. ഈ സിനിമയും ഡിസംബർ 20 വൈകിട്ട് 6 മണിയോടെ സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അങ്ങനെ രണ്ട് മലയാളം സിനിമകളാണ് നാളെ ഡിസംബർ 20 OTT റിലീസ് ചെയ്യുന്നത്. മികച്ച അഭിപ്രായം നേടിയിട്ടുള്ള 90s കിഡ്സ് ഡ്രാമ മലയാളം സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ്. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മറിമായം ടീമിന്റെ ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ മലയാളം കോമഡി സിനിമ പഞ്ചായത്ത് ജെട്ടി അടുത്ത ആഴ്ച ഡിസംബർ 24 ചൊവ്വാഴ്ച മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഹൻസിക, സിലംബരൻ, ശ്രീകാന്ത് ഒക്കെ അഭിനയിക്കുന്ന സൈക്കോ ക്രൈം ത്രില്ലർ തമിഴ് സിനിമയാണ് മഹാ. 2022 ഇറങ്ങിയ ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പം യൂട്യൂബിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഭവാനി HD മൂവീസ് ചാനലിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ക്യൂബിക്കിൾസ് എന്ന ഹിന്ദി കോമഡി ഡ്രാമ സീരീസിന്റെ 4ാമത്തെ സീസൺ ഇന്ന് രാത്രിയോടെ സോണി ലിവിലൂടെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ 1450 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ, വേൾഡ് വൈഡ് ആയിട്ട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ പുഷ്പ 2 ദ റൂൾ എന്ന തെലുങ്ക് മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ സിനിമ ഡിസംബർ 20 അതല്ലെങ്കിൽ ക്രിസ്മസ് പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുമെന്ന് പലയിടങ്ങളിലും റിപ്പോർട്ട് ഉള്ളതായിട്ട് കണ്ടേക്കാം. എന്നാൽ അത് സിനിമയുടെ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ഭാഷകളിലുള്ള HD പതിപ്പിന്റെ ഓവർസീസിലൂടെ റിലീസ് ചെയ്യുന്നതിന്റെ അപ്ഡേറ്റുകൾ മാത്രമാണ്. സിനിമയുടെ യഥാർത്ഥ OTT റിലീസ് കഴിഞ്ഞ വീഡിയോകളിൽ അറിയിച്ചതുപോലെ ജനുവരി മാസം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഉണ്ടാക്കുക. സിനിമയുടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ പതിപ്പുകൾ ജനുവരി 3 ജനുവരി 20 ഉള്ളിലായിട്ട് OTT റിലീസ് ചെയ്യും. നിലവിൽ അൺഒഫീഷ്യൽ ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് ജനുവരി 9 ആണ്. സിനിമയുടെ ഹിന്ദി പതിപ്പ് ജനുവരി അവസാനത്തെ ആഴ്ചയിലോ അതല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ ആയിട്ടായിരിക്കും OTT റിലീസ് ചെയ്യുക. ജനുവരി 23 ആണ് ഹിന്ദി പതിപ്പിന്റെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. സുരാജ് വഞ്ഞാറമൂട് അഭിനയിക്കുന്ന ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണ് മുറ. സിനിമയുടെ ഡയറക്ടറും അണിയറ പ്രവർത്തകരും പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ക്രിസ്മസ് പ്രമാണിച്ച് സിനിമ എന്തായാലും ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ്. നാളെ ഡിസംബർ 20 28 ഉള്ളിലായിട്ടായേക്കാം സിനിമയുടെ OTT റിലീസ്. ജോജു ജോർജ് അഭിനയിക്കുന്ന 35 കോടിക്ക് മേലെ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച, മികച്ച അഭിപ്രായം നേടിയ പണി എന്ന മലയാളം ആക്ഷൻ ത്രില്ലർ സിനിമ സോണി ലിവിലൂടെ ജനുവരി മാസം തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. ജനുവരിയിലെ ആദ്യ 2 ആഴ്ചകളിൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത തമിഴ് ക്രൈം ത്രില്ലർ സിനിമയാണ് നിറങ്ങൾ 3. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 20 ആഹാ തമിഴ്, സിംപ്ലി സൗത്ത്, ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും നേരത്തെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത തെലുങ്ക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് സീബ്ര. സിനിമ ഇപ്പം മുതൽ ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ നാളെ ഡിസംബർ 20 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്തേക്കാം എന്നും കൂടെ റിപ്പോർട്ടുണ്ട്. ലീല വിനോദം എന്നൊരു തെലുങ്ക് റൊമാന്റിക് കോമഡി സിനിമ ഇപ്പം മുതൽ ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഹിന്ദി ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് സൈപ്പ് ക്രൈം. സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 20 ആമസോൺ MS പ്ലെയറിലൂടെ ഫ്രീ ആയിട്ട് ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. മൂൺ വാക്ക് എന്ന പുതിയ ഹിന്ദി കോമഡി ത്രില്ലർ സീരീസും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസംബർ 20 ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നീ മെയിൻ സാസ് കുട്ടനി 2 എന്ന പഞ്ചാബി കോമഡി സിനിമ ഇന്ന് ചൗപ്പൽ OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക് ഗ്രിലോ നായകനാകുന്ന വേർവൂൾസ് എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഹോളിവുഡ് ആക്ഷൻ ഹൊറർ സിനിമ ഡിസംബർ 24 ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കെറി വാഷിംഗ്ടണിന്റെ ദ 688 എന്ന ഹോളിവുഡ് ആർമി ബയോപിക് ത്രില്ലർ ഡ്രാമ സിനിമ നാളെ ഡിസംബർ 20 ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഉംജോളോ ഡേവാൻസ് എന്ന സൗത്ത് ആഫ്രിക്കൻ ആന്തോളജി റൊമാന്റിക് കോമഡി സിനിമയും നാളെ ഡിസംബർ 20 ഉച്ചയ്ക്ക് 1:30 മുമ്പായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, സുളു ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് നെറ്റ്ഫ്ലിക്സിന്റെ ഡച്ച് ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് ഫെറി. ഈ സീരീസിന്റെ പുതിയ 2ാമത്തെ സീസൺ നാളെ ഡിസംബർ 20 തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഡച്ച് ഭാഷകളിൽ ഉച്ചയ്ക്ക് 1:30 OTT റിലീസ് ചെയ്യും. നെറ്റ്ഫ്ലിക്സിന്റെ മികച്ച അഭിപ്രായം നേടിയിട്ടുള്ള മെഡിക്കൽ റൊമാന്റിക് ഡ്രാമ സീരീസ് ആണ് വിർജിൻ റിവർ. സീരീസിന്റെ പുതിയ 6ാമത്തെ സീസന്റെ എല്ലാ 10 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2022 ഇറങ്ങിയ ദ 3 Men and a Ghost എന്ന
ഇറ്റാലിയൻ ഹൊറർ കോമഡി ഫാന്റസി സിനിമ നാളെ ഡിസംബർ 20-ാം തീയതി VR OTT-യിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇറ്റാലിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ലൈഡ് എന്ന പുതിയ അമേരിക്കൻ കോമഡി സീരീസ് ഇന്ന് പീകോക്കിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്.